എൻ്റെ ജീവിതത്തിൽ മൊത്തം എന്താ പറയുക അനുഭവങ്ങളുടെ അയ്യരുകളിയാണ്. ഓരോ ഫേസിലും ഓരോ ടൈപ്പ് അനുഭവങ്ങളാണ്. ഈ വലിയ പ്രസ്ഥാനത്തിന് കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ആരും ശ്രദ്ധിക്കില്ല എന്നൊക്കെ പറഞ്ഞ പലരും നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അന്നേ ബാബു ഈ നിലയിലെത്തുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഒരു നീയാ ജേർണലിസ്റ്റാ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ഭുതമാണ്. കാള വാല വെക്കുന്നുണ്ട്, അറിയാം എന്താ സംഭവിക്കാൻ പോണത്. ഇപ്പം ഭയോ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പേടിക്കാം. അടുത്ത് എന്താ പറയുക. ഞാൻ ചരിത്രകാരനുമല്ല എഴുത്തുകാരനുമല്ല. പലരുടെയും ടേസ്റ്റ് പലതാണ്. നമുക്ക് എല്ലാവരും കൂടെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. തുഗ്ലക്ക് ചെയ്ത കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ദേജാവു ഫീൽ ചെയ്യും. തുഗ്ലക്ക് നോട്ട് നിരോധിച്ചിട്ടുണ്ട്, തുഗ്ലക്ക് തലസ്ഥാനം മാറ്റിയിട്ടുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളും മറ്റു ഭരണാധികാരികൾ ആവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്കൊന്നും വിവരം ഒരു സബ്ജക്റ്റിലും ഇല്ല. എൻ്റെ ഫാക്കൽറ്റി എന്ന് പറയുന്നത് വിവരമുള്ളവരുടെ കയ്യിലിരിക്കുന്ന വിവരം അസിമുലേറ്റ് ചെയ്യാനുള്ള കഴിവ് മാത്രമാണ്. വിളിച്ച് പറഞ്ഞിട്ടും വെടിവെട്ടിക്കാം, വിളിച്ച് പറയാതെയും വെടിവെട്ടിക്കാം. അപ്പോൾ ഇപ്പോൾ വിളിച്ച് പറയാതെയാണ് വെടിവെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാബുചേട്ടാ, ഇരു പുഴകളായി ഒഴുകി നമ്മൾ ഒന്നായി ചേരാൻ പോകണമെന്ന്. പിന്നെ എങ്ങനെയുണ്ട് ഈ ഒരു പുതിയ യൂട്യൂബ് ജീവിത യാത്രയിലെ പുതിയ അധ്യായം? ലൈഫ് മാറി, ഒരുപാട് മാറി. നമ്മളൊരു വേറൊരു ലോകത്തിലേക്ക് കടന്നിരിക്കുകയാണ്, കുറേ കൂടെ വലിയൊരു സ്പേസിലേക്ക്. നമ്മളിപ്പം മുമ്പൊക്കെയാണെങ്കിൽ സ്ഥിരം രാവിലെ എഴുന്നേൽക്കുക, ഓഫീസിൽ പോവുക, വൈകുന്നേരമാകുമ്പോൾ തിരിച്ചു വരിക, യാന്ത്രികതയൊന്നും മാറി, ഒരു റുട്ടീൻ എന്നൊക്കെ മാറി. ഇന്നെന്താ ചെയ്യാനുള്ളത്, നാളെ എന്താ ചെയ്യാനുള്ളത് ഒക്കെ വേറെ വേറെ സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ പുതിയ പുതിയ സാധ്യതകൾ ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോ ലീഡ്സ് പുതുതായിട്ട് കിട്ടുന്നു, നമ്മളത് ചേസ് ചെയ്യുന്നു, അതിൽ നിന്നൊരു സന്തോഷം. ചുമലിലെ ഭാരം കൂടിയോ? ഭാരം കൂടിയിട്ടുണ്ട്. പക്ഷേ കാരണം ഇപ്പോൾ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, നമ്മുടെ എക്സിസ്റ്റൻസ് മാത്രം നോക്കിയാൽ പോരാ, കൂടുതലുള്ള ആളുകളുടെ കൂടെ നോക്കണം. അപ്പോൾ മുമ്പാണെങ്കിൽ ഞാൻ പോകുന്നു, ജോലി ചെയ്യുന്നു, ശമ്പളം മേടിക്കുന്നു, അത് നോക്കിയാൽ മതി. പക്ഷെ ഇപ്പം നമ്മൾ ഇന്നത്തെ മാത്രം നോക്കിയാൽ പോരാ, നാളത്തെ മാത്രം നോക്കിയാൽ പോരാ. ഒരു വർഷത്തേക്ക് ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒരു കലണ്ടർ ഫോളോ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ചാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ ആഴ്ചയിലും ചെയ്യേണ്ട പരിപാടികൾ എന്തൊക്കെയാണെന്ന് ആദ്യമേ പ്ലാൻ ചെയ്തുകൊണ്ട് പോകണം. അല്ലാതെ പറ്റില്ല. മറ്റേ രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോയിട്ട് എന്താ നോക്കിയാൽ പോരാ. അതിന് വർഷം വ്യത്യാസമുണ്ട്. ഒരു ഇൻഡിവിജ്വാലിറ്റിയിലേക്ക് മാറിയപ്പോൾ ഇപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് പോലെ ഒരു വലിയൊരു വടവൃക്ഷത്തിൻ്റെ ഒരു തണൽ നഷ്ടപ്പെട്ടോ? പലരും എന്നോട് ചോദിച്ചു, നിങ്ങളിപ്പം മുഖ്യമന്ത്രി പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കടലിൽ നിൽക്കുമ്പോഴാണ് തിരക്ക് ശക്തിയുള്ളൂ, അതൊറ്റയ്ക്കാണെങ്കിൽ ശക്തി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞതുപോലെ ഈ വലിയ പ്രസ്ഥാനത്തിന് കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ആരും ശ്രദ്ധിക്കില്ല എന്നൊക്കെ പറഞ്ഞ പലരും നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ഞാനും കുറേയൊക്കെ അത് ശരിയായിരിക്കാമെന്ന് പോലും വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഇറങ്ങി വന്നപ്പോഴാണ് മനസ്സിലാവുന്നത്, ആളുകൾക്ക് നമ്മൾ എന്ന വ്യക്തിയോടടക്കമുള്ള സ്നേഹം ഉണ്ട്, അതുപോലെ ഉണ്ട്. അപ്പം വളരെ വലിയ പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചാനൽ തുടങ്ങി 4 ദിവസത്തിനകത്ത് നമ്മൾ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തു. അതിനുശേഷം നമ്മൾ വീഡിയോ ഇട്ട് 4 ദിവസത്തിനകത്ത് 5 ലക്ഷത്തിലേയും വ്യൂസ് തന്നെ കിട്ടിക്കഴിഞ്ഞു. അപ്പം നേരത്തെ ചാനലിരുന്നപ്പോൾ കിട്ടിയിരുന്നതിൻ്റെ ഒരു 10 ഇരട്ടിയെങ്കിലും വ്യൂവർഷിപ്പ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെയും ചാനൽ തുടങ്ങാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, നമ്മുടെ പരിപാടിക്കും നമ്മുടെ പേരും നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു ഫോക്കസ്ഡ് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിലേക്ക് മാറുന്നതെന്ന് പറഞ്ഞു. മറ്റേ അവിടെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് പരിപാടികളുണ്ട്, അതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കില്ല നമുക്ക്. ഞാൻ പറഞ്ഞു, അവിടെ ദിവസം 200 വീഡിയോ വെച്ച് ലാൻഡ് ചെയ്യുന്നിടത്താണ് നമ്മളൊരു വീഡിയോ പോകുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഒറ്റ വീഡിയോ ഒരാഴ്ച അങ്ങനെ ഒരു ഫോക്കസ് കൂടുമെന്ന് പറഞ്ഞു. അത് ഏകദേശം അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടന്റിൽ വരുന്ന മാറ്റം എന്തായിരിക്കും? കണ്ടന്റ് കുറച്ചും കൂടി ഉത്തരവാദിത്തത്തോടെ കൂടി ചെയ്യേണ്ട ഒരു സാധനമായിട്ട് മാറും. കാരണം നമ്മൾ പറയണം, നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ കേൾക്കും, നിങ്ങൾക്കുള്ള വിമർശനങ്ങൾ നമ്മൾ അംഗീകരിക്കും, അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുമെന്ന് പറയുമ്പോൾ അത് തള്ളിയാൽ മാത്രം പോലെ അത് ചെയ്യും കൂടെ വേണം. ആ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം അധ്വാനമുള്ളൊരു പണിയാണ്. അതിനെ ശ്രദ്ധിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു റിസർച്ച് ടീം വേണം, കൃത്യമായിട്ടുള്ള പ്രൊഡക്ഷൻ ടീം വേണം. ഇതൊക്കെയും നമ്മുടെ യൂട്യൂബ് പോലൊരു അന്തരീക്ഷത്തിൽ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പക്ഷെ നമുക്ക് ദൈവം സഹായിച്ചപ്പോൾ പറ്റുന്നുണ്ട്. അത് ഇനി അങ്ങനെയും അങ്ങോട്ട് തന്നെ പോട്ടെ. എല്ലാവർക്കും ഇയാൾ ഇത് എവിടെ നിന്ന് കൊണ്ടുവരുന്നു? ഇത് ഇത്രയും ഡെപ്തുള്ള കാര്യങ്ങൾ, അതും ഇത്രയും പഴക്കമുള്ള കാര്യങ്ങൾ വളരെ ഡീപ്പായി വളരെ ഡീറ്റെയിലിംഗ് ആയി പറയുന്നു. അപ്പം അത് എവിടുന്ന്, അതെങ്ങനെ, അതിൻ്റെ ഒരു സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു? ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് ഫേബിൾ ഫോക്സ് എന്നാണ്, ഫേബിൾ ഫോക്സ് റിസർച്ച് എന്നാണ്. അപ്പോൾ ഫേബിൾ എന്ന് പറഞ്ഞ കഥ എന്നാണ്, ഫോക്സ് എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ എന്നാണ്. അപ്പോൾ കഥ പറയുന്ന കുറേ സുഹൃത്തുക്കളുടെ ഒരു സംഘം, അത് റിസർച്ച് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു സ്ഥാപനം. അപ്പം നമ്മളെല്ലാത്തിനും പ്രശ്നം വെച്ചാൽ ഫിനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റി ഒരു പ്രശ്നമാണ്. അപ്പം ഞാനിപ്പം ഇത്രയും ആളുകളെ ഞാൻ ഹയർ ചെയ്തിട്ട് അതൊരു പ്രസ്ഥാനമായിട്ട് കൊണ്ടുവന്ന് ഞാൻ അതിന് മാത്രം പൈസ നമുക്ക് ഇതിനകത്ത് ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, സഹായിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാർ വേറെ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെ നിൽപ്പുണ്ട്. അപ്പം ഞങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് വളരെ എളുപ്പമാണ്. ഈ വേറെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ പാർട്ട് ടൈം ആയിട്ട് നമ്മൾ സഹകരിപ്പിച്ചുകൊണ്ട് ഒരു റിസർച്ച് പ്രൊഡക്ഷൻ എല്ലാം ഫ്രീലാൻസ് ആയിട്ട് നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ട് വേറൊരു മോഡലാണ്, സസ്റ്റൈനബിൾ മോഡലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാരണം അപ്പം ഇങ്ങനെയുള്ള ഫ്രീലാൻസേഴ്സ് അല്ലെങ്കിൽ ഇതിനോട് പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇവർ ഇങ്ങനെ വരുമ്പോഴേക്കും ഇതിന് വൾണറബിലിറ്റി കൂടുതലല്ലേ?
അതിനെ നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിക്കണം. നമ്മൾ ആ വൾണറബിലിറ്റീസ് തിരിച്ചറിയണം, അതിനെ നമ്മൾ ലോക്ക് ചെയ്യണം. അത് നമ്മുടെ കയ്യിലായിരിക്കണം നിയന്ത്രണമെല്ലാം. അപ്പം ഇത് മൈക്രോ ഗ്രൂപ്പിലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരില്ല. നമ്മളിപ്പം ഇപ്പോൾ അടുത്തൊരു ടോപ്പിക്കിനെ പറ്റി ഞാൻ ഒരു എപ്പിസോഡ് ചെയ്യാൻ പോകുന്നു, അതിപ്പം ഇന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിന് ഞാനൊരു മൈക്രോ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്തൊരു 4 ആളെ ഡീൽ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. നമ്മൾ ആളുടെ എണ്ണം കൂടുമ്പോഴാണ് പ്രശ്നം വരുന്നതും അരാജകത്വത്തിന് സാധ്യത കൂടുന്നു വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ പക്ഷേ ഇവരൊക്കെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളുകളാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ വിഷയത്തിൽ തൽപരരായിട്ടുള്ള ഗവേഷണ ബുദ്ധിയുള്ള ആൾക്കാർക്ക് പൊതുവെ ഡിസിപ്ലിനും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വൾണറബിലിറ്റി അധികം ഫീൽ ചെയ്തിട്ടില്ല. കാരണം നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളെ നിലവിൽ ഈ കാര്യത്തിലുള്ളൂ. പക്ഷേ അപ്പോഴും ഇതിലെവിടെയെങ്കിലും നമുക്കൊരു നോട്ടപ്പിശക് വന്നു കഴിഞ്ഞാൽ ഈ കഥ വഴിമാറിപ്പോകാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ട്. പക്ഷെ ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അവരുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വെറ്റ് ചെയ്യുക, ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുക, ഇതിന് റിസർച്ച് കോൺട്രിബ്യൂഷൻസ് ചെയ്യുക. അപ്പം പക്ഷെ കഥ എഴുതുന്ന അവരല്ല, ഞാനാണ് കഥ എഴുതുന്നത്. കഥ ചെയ്യുന്നത് ഞാനാണ്, റിസർച്ച് ചെയ്യുന്നതും ഞാനാണ്. അതിന് വേണ്ട എയ്ഡ് തരാ എന്നുള്ളതാണ് അവരെ. അപ്പം എനിക്ക് ഇന്ന കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ എനിക്ക് ഒരാളോട് ചോദിക്കാൻ വേണം. ഞാനിപ്പോൾ എഴുതി ശരിയാണോ എന്ന് വേറെ ആളോട് ചോദിക്കണം. ഒരു തേർഡ് പാർട്ടിയായി നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ പ്രശ്നം തന്നെയാണ്. പാചകം ചെയ്യുന്ന ടേസ്റ്റ് അറിയില്ല എന്ന് പറയും. അപ്പം ഞാൻ ഈ സ്ക്രിപ്റ്റ് അടിച്ച് ഇത് ചെയ്തതിനിടയ്ക്ക് എനിക്ക് മനസ്സിലാവില്ല ഇതിൻ്റെ ഒരു സംഭവം എന്താണ്. പുറത്തുനിന്നുള്ളൊരു കണ്ണാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ പറഞ്ഞ ഗ്രൂപ്പ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ചരിത്രകാരനാണോ, എഴുത്തുകാരനാണോ, കഥ പറയുന്ന ആളാണോ, ആരാണ് ബാബുരാമൻ? ഞാൻ ചരിത്രകാരനുമല്ല, എഴുത്തുകാരനുമല്ല. മേ ബി കഥ പറയാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എല്ലാത്തിനും ഉപരിയായിട്ട് ഞാനൊരു കാഴ്ചക്കാരനും കേൾവിക്കാരനാണ്. ഞാനൊരു സാധനം ചെയ്താൽ ഒരു കാഴ്ചക്കാരൻ എന്ന നിലയ്ക്കും കേൾവിക്കാരൻ എന്ന നിലയ്ക്കും ഞാൻ ആദ്യം അത് കാണണം. അതിൽ എനിക്ക് രസച്ചരട് പൊട്ടിയെന്ന് തോന്നുന്ന ഭാഗങ്ങൾ ഞാൻ എഡിറ്റ് ചെയ്യും. അവിടെ എനിക്ക് സാറ്റിസ്ഫാക്ടറി എല്ലാം തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എഴുതൂല ആദ്യം തന്നെ. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ചെക്ക് എൻ്റെ ഭാഗത്ത് തന്നെ ആദ്യം വരണം. എൻ്റെ കാര്യത്തിൽ നമുക്ക് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള ഒരു പിയർ സർക്കിൾ മൊത്തം ഇത് കണ്ടിട്ട് അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞ് അത് പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ആകുമ്പോഴേ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ ശരിക്കും. അപ്പം ഇതിൽ പാരാമീറ്റേഴ്സ് ആരാ സെറ്റ് ചെയ്യുന്നത്? ബാബുചേട്ടനാണോ? പാരാമീറ്റേഴ്സ് ഒക്കെ ഞാൻ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിൽ അവരുടെ സഹായം ഞാൻ തേടും. എന്തൊക്കെ ആയിരിക്കണം നമ്മുടെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, എന്തൊക്കെ ആയിരിക്കണം ബെഞ്ച് മാർക്ക് എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ പലരുടെയും ടേസ്റ്റ് പലതാണ്. നമുക്ക് എല്ലാവരും കൂടെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് ഞാൻ വളരെ മെല്ലെ പറയുന്നതാണ് ഇഷ്ടം, ചിലർക്ക് ഞാൻ 100 കിലോമീറ്ററിൽ പറയുന്നതാണ് ഇഷ്ടം. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പം അതുപോലെ തന്നെയാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ എല്ലാത്തിലും ഉണ്ടാവും. അപ്പം ആ ഒരു പ്രശ്നമുണ്ട്. എല്ലാവരും കൂടെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാലും ജനറലി നമുക്ക് മിഡ് ലൈൻ പിടിച്ചുകൊണ്ട് ചെയ്യാം. ചേട്ടാ, ഈ വളാഞ്ചേരിയിൽ നിന്നും ഇന്നത്തെ ഒരു ബാബു രാമചന്ദ്രനിലേക്കുള്ളൊരു യാത്ര വല്ലാത്തൊരു യാത്രയാണ്. എൻ്റെ ഇപ്പം സത്യം പറയുകയാണെങ്കിൽ പലർക്കും നമ്മുടെ നമ്മളെല്ലാവർക്കും ഇപ്പം അഞ്ചലിനുണ്ടാവും ഒരു നാട്, അതിനോട് ബന്ധം, അതിനോട് അടുപ്പം. ആ ഒരു ഫാക്ടർ അധികം വർക്ക് ചെയ്യാത്ത മനുഷ്യനാണ്. കാരണം ഞാൻ ജനിച്ചത് കോഴിക്കോടാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഞാൻ ജനിച്ചത്. അച്ഛനും അമ്മയ്ക്കും കോഴിക്കോടായിരുന്നു ജോലി. രണ്ടുപേരും സ്കൂൾ അധ്യാപകരായിരുന്നു. അപ്പോൾ അവർക്ക് ട്രാൻസ്ഫർ കിട്ടുന്ന ജോലി ആയതുകൊണ്ട് കോഴിക്കോടായിരുന്നു ജോലി. ഞങ്ങളുടെ നാട് വളാഞ്ചേരിയാണ്. അപ്പോൾ വളാഞ്ചേരിയിൽ വളരെ കുറച്ചുണ്ടായിട്ടുള്ളൂ. കോഴിക്കോടാണ് കുറേ കാലം ജീവിച്ചത്. ഞാൻ കോളേജിൽ പഠിച്ചതൊക്കെ കോഴിക്കോട് ആർട്സ് കോളേജിലാണ് പഠിച്ചത്. അതിനുശേഷം പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് പോയി. അത് ഹോസ്റ്റലിലായിരുന്നു. കുറേ കാലം ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ ആദ്യം കുറേ കാലം വേറൊരു സ്ഥലത്തായിരുന്നു, ഹോസ്റ്റലിലായിരുന്നു. അപ്പോഴേക്കും അവർ തിരിച്ച് നാട്ടിലെത്തി. ഞാൻ പിന്നെ നാട്ടിൽ പോകുന്നു, അവിടെ ആരെയും അറിയില്ല. പിന്നീട് ഞാൻ ബോംബെയിലോട്ട് പോകുന്നു. ബോംബെയിൽ ഞാൻ 10-12 വർഷം ജോലി ചെയ്യുന്നു. വീണ്ടും അതിനുശേഷം വിദേശത്ത് പോകുന്നു. വിദേശത്തൊരു 6-7 വർഷം പോകുന്നു. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നാട്ടിലുള്ള പേരുകൾ കുറവാണ്. പിന്നീട് ഞാൻ തിരുവനന്തപുരത്തും സെറ്റിലായി. അപ്പോൾ തിരുവനന്തപുരത്താണ് കഴിഞ്ഞ 16 വർഷമാണ്. ഐഡന്റിറ്റി കിടക്കുന്ന തിരുവനന്തപുരത്താണ്. ഐഡന്റിറ്റി കേരളത്തിൽ മൊത്തമായിട്ട് അങ്ങ് കിടക്കാമെന്ന് പറയേണ്ടി വരും. കാരണം തിരുവനന്തപുരത്തായിട്ട് എനിക്ക് അങ്ങനെ ഒരു നാളെ ബന്ധമൊന്നുമില്ല. കാരണം നമുക്ക് തിരുവനന്തപുരം നല്ല സ്ഥലമാണ്, താമസിക്കാൻ നല്ല സ്ഥലമാണ്, പൊല്യൂഷൻ കുറവാണ്, ട്രാഫിക് കുറവാണ്. തിരുവനന്തപുരം ഐഡിയൽ ലിവിങ് സ്പേസ് ആയതുകൊണ്ട് ഇവിടെ താമസിക്കുന്നേ ഉള്ളൂ. പിന്നെ നാടുമായിട്ട് അങ്ങനെ ഒരു വലിയ ബന്ധത്തിൻ്റെ പ്രശ്നമില്ലാത്തതുകൊണ്ട് നമ്മളിടയ്ക്ക് പോയി വരും, അങ്ങനെയല്ലാതെ. അപ്പോൾ ഇത് ഒരു ഇപ്പോൾ ഇതെല്ലാം അങ്ങ് കറങ്ങി തിരിഞ്ഞ് വരുന്ന പോലെയാണ്. ഞാൻ കോഴിക്കോട് നിന്ന് പോയി പിന്നീട് അങ്ങനെ ബോംബെ പോയി, ബോംബെയിൽ നിന്ന് പുറത്ത് പോയി തിരിച്ച് കേരളത്തിൽ തന്നെ തിരിച്ചു വന്നൊരു റൗണ്ട് ഫിഗറാണത്. അപ്പോൾ ഈ സ്കൂൾ വിദ്യാഭ്യാസം അതൊക്കെ കേരളത്തിലായിരുന്നു. ഞാൻ സർക്കാർ മലയാളം മീഡിയത്തിൽ തന്നെ 1 മുതൽ 10 വരെ പഠിച്ച് പോയതാണ്. ആർട്സ് കോളേജിലായിരുന്നു. ആർട്സ് കോളേജും ഗവൺമെൻറ് കോളേജ് തന്നെയായിരുന്നു. പിന്നീട് എഞ്ചിനീയറിംഗ് പഠിച്ചും മെറിറ്റിൽ തന്നെയാണ്. ഞാൻ MES കോളേജിലാണ് പഠിച്ചത്. പക്ഷേ അതിനുശേഷം ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സമയത്താണ് ഇപ്പം നമ്മളിപ്പോൾ എല്ലാവരും 10-12 വരെയൊക്കെ മര്യാദയ്ക്ക് പഠിക്കും. ഞാൻ 12ാം ക്ലാസ് ഭയങ്കര കഷ്ടപ്പെട്ട് വെള്ളത്തിൽ കാലിട്ട് അങ്ങനെ കണ്ണിൽ വീർക്കിലുത്തിയൊക്കെ പഠിച്ചതാണ്. എൻട്രൻസിന് റാങ്കും കിട്ടി. എൻട്രൻസ് എനിക്ക് കിട്ടുകയും ചെയ്തു. അച്ഛൻ ആദ്യം പറഞ്ഞിരുന്നു, നീ എൻട്രൻസ് എഴുതിയെടുത്താൽ നീ എഞ്ചിനീയറിംഗ് പോകും. അന്ന് ഒന്നെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ ആണല്ലോ. അപ്പോൾ അങ്ങനെ എൻട്രൻസ് എഴുതി കിട്ടി, എഞ്ചിനീയറിംഗ് കിട്ടി. അവിടെ ചെന്നതാണ് വേറെ ലോകമാണ്. നമ്മളിപ്പം ഈ ഏതാ സിനിമ അടുത്ത് കണ്ട് ആവേശത്തിലൊക്കെ കാണിക്കുമ്പോഴുള്ള ലോകമാണ്. അവിടെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു വർഷം എല്ലാവരെയും കാണിക്കാൻ വേണ്ടി മര്യാദയ്ക്ക് പഠിച്ചു ഫുൾ പാസ്സായി. സെക്കൻഡ് വർഷം മുതൽ പൊട്ടലായിരുന്നു. അവിടെ പൊട്ടുന്ന ഇവിടെ പൊട്ടുന്ന. അപ്പോൾ സപ്ലി അടിച്ചുകൊണ്ടിരിക്കുകയാണ്.
പക്ഷെ നമ്മൾ ഒരു കാലം ചെയ്തു ഒരു സപ്ലി ഈ കൊല്ലം അടിച്ച് അടുത്ത കൊല്ലത്തേക്ക് ഇതൊക്കെ ക്ലിയർ ചെയ്യും. അവസാനം പക്ഷേ ഒരു അബദ്ധം പറ്റിപ്പോയി. ലാസ്റ്റത്തെ ഒരു വർഷത്തെ ഒരു സപ്ലി ബാക്കി കിടന്നു. അപ്പോൾ അത് പാസ്സായില്ല. അപ്പം കൂടെ പഠിച്ചവർക്ക് പലർക്കും പാസ്സായി. അവർക്ക് ഒരാൾ ഇൻഫോസിസിൽ പോകുന്നു, ഒരാൾ ടാറ്റ കൺസൾട്ടൻസി പോകുന്നു. നമ്മൾ മാത്രം ജോലിയില്ല. പാസ്സായാലല്ലേ ജോലി കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരുന്നിരുന്ന അവസാനം ജോലിയൊന്നും ഇവിടെ നിന്നാൽ കിട്ടില്ല എന്ന് മനസ്സിലായതോടെ മെല്ലെ ബോംബെക്ക് വിട്ടു. അതൊരു പോക്കായിരുന്നു. കാരണം എനിക്ക് ഭാഷ അറിയില്ല, എനിക്ക് ബോംബെയിൽ ഒരു മനുഷ്യനെ അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങ് പോയതാണ്. അപ്പോൾ ഞങ്ങളൊരു 2-3 പേര് ഒന്നിച്ച് പോയി. ബോംബെ നഗരം എന്ന് പറയുന്ന അപരിചിത ലോകത്തേക്ക് നമ്മളങ്ങ് ധൈര്യപൂർവ്വം അങ്ങ് പോയി. അവിടെ ചെന്ന് ഞങ്ങൾ ആദ്യം ഒരു ചേരി പ്രദേശത്തൊക്കെ താമസിച്ചത്. അപ്പോഴാണ് ചേരിയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാവുന്നത്. പിന്നെ അവിടെ നിന്ന് വല്ല അടുത്തൊരു ചാലിലേക്ക് മാറി, ചാലിൽ നിന്ന് നമ്മൾ ഫ്ലാറ്റിലോട്ട് മാറി. അങ്ങനെ അവസാനം പിന്നെ ഓരോരുത്തർക്ക് ജോലി കിട്ടി, ജോലിക്ക് പോകുന്നു. ഭയങ്കര രസമുള്ളൊരു കാലമായിരുന്നു. വെച്ചാൽ നമ്മൾ ഒരു പ്രഷർ കുക്കറിൽ അന്നത്തെ ചോറ് വേവിച്ചിട്ട് ആ പ്രഷർ കുക്കറോടടുത്ത് ഓഫീസിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കഴിക്കുന്ന ടീമൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒരു കമ്പനിയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പ്ലേറ്റും എല്ലാം കൊണ്ട് നല്ലൊരു രസമുള്ള കാലമായിരുന്നു. ബാച്ചിലർ ലൈഫ് ഭയങ്കര രസമുള്ള കാലമാണ്. കാരണം ആരടുത്തും വേണ്ടത്ര പൈസയൊന്നുമില്ല. ചെറിയൊരു മുറിയാണ്. ഒരു ചെറിയൊരു മുറിയിൽ നമ്മൾ 8 പേര് കിടന്നു. 8 പേര് കിടന്ന മുറി കഴിഞ്ഞു. പിന്നെ അതിൻ്റെ അകത്ത് സ്ഥലമില്ല. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞങ്ങൾ നാട്ടിൽ നിന്ന് ഒരു പുതിയതായിട്ട് പയ്യൻ വരും. ഇവൻ ഭയങ്കര രാജകൊട്ടാരത്തിലൊക്കെ ജീവിച്ച് പരിചരിച്ച അവൻ ഭയങ്കര പ്രതീക്ഷകളോടെയാണ് ബോംബെക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ നോക്കണം, ഇതേ ഉള്ളൂ സ്ഥലം എന്നൊക്കെ. അപ്പോൾ അവനോടൊരു വാതിൽ കാണും. അപ്പോൾ അവന് അവിടെ വേറെ മുറിയുണ്ട്, അത് തുറന്ന് നോക്കും, ടോയ്ലറ്റ് അല്ല. അതോടെ അവൻ്റെ ആപ്പീസ്. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ റിയലൈസേഷൻ മാറി, ഇത് സ്വർഗ്ഗമായിട്ട് മാറും കുറേ കഴിയുമ്പോൾ. അത് രസകരമായ കുറേ അനുഭവങ്ങൾ ആ ബാച്ചിലർ കാലത്ത് നമുക്ക് ഉണ്ടാകും. കാരണം നമ്മൾ ഭാഷ അറിയാത്തതിൻ്റെ പ്രശ്നങ്ങൾ, പുറത്തിറങ്ങിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ജോലി ഇല്ലാത്തതിൻ്റെ പൈസ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ ദാരിദ്ര്യം ശരിക്കും അനുഭവിച്ചിട്ട് വരുന്ന ഒരു കാലമാണ് ആ സമയത്ത്. വീട്ടുകാരോട് ചോദിക്കാൻ വയ്യ, ജോലിയുണ്ട്. അപ്പോൾ ഉള്ളത് കൊണ്ടൊക്കെ അടങ്ങി ഒതുങ്ങി അങ്ങ് ജീവിക്കും എല്ലാവരും. പിന്നെ അത് കാലം ഷെയറിങ് ആയിരുന്നു. നമുക്ക് ഒരു തന്നെ ജോലി ഇല്ലെങ്കിൽ നമ്മൾ ബാക്കി എല്ലാവരും കൂടെ ഷെയർ ഇട്ട് അവനെ അവരെല്ലാവരും ഇപ്പം വിദേശ കമ്പനികളിലാണ് ജോലി ചെയ്യുന്നത്. വലിയ ലക്ഷങ്ങൾ നമ്മൾ പഠിക്കുന്ന ആൾക്കാരുമാണ്. അപ്പോൾ ഞങ്ങൾ അന്ത കാലത്തെ ഞങ്ങൾ ബോംബെ ബോയ്സ് എന്ന് കൊണ്ട് ഗ്യാങ് അങ്ങ് ഉണ്ടാക്കിയാണ്. അപ്പോൾ ആ കാലത്തെ ദാരിദ്ര്യം നല്ല വല്ല ഓർമ്മയുണ്ട്. അവരൊക്കെ റിച്ചായെങ്കിലും അപ്പോൾ അവർക്കൊക്കെയും ആ ഒരു കാലത്തോട് അടുപ്പമുണ്ട്. ഈ ബാബു രാമേന്ദ്രൻ്റെ ഇന്നത്തെ ഒരു പ്രൊഫൈൽ കാണുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ സ്വാഭാവികം എൻ്റെ കാര്യം പറയാം, കോമൺ ആയിട്ട് പറയണ്ടേ, വളരെ നന്നായി പഠിക്കുന്ന ടീച്ചർ ഹോംവർക്ക് എന്ന് കൈവരുത്തി കാണിക്കുന്ന എന്താണ് പ്രസംഗ മത്സരത്തിന് 1ാം സ്ഥാനം മേടിക്കുന്ന പുസ്തകങ്ങൾ ഇങ്ങനെ വായിച്ചു കൂട്ടുന്ന ഒരാളായിട്ട് ആണ് പ്രഥമ ദൃഷ്ടിയ തോന്നുന്നത്. ആ ഒരു സ്കൂൾ ലൈഫിൻ്റെ ഒരു ഗ്രാഫ് എങ്ങനെയായിരിക്കും? സ്കൂൾ ലൈഫ് ഭയങ്കര ദുരന്തമായിരുന്നു. കാരണം എൻ്റെ അച്ഛൻ മാഷ്, അമ്മ ടീച്ചർ. ഈ ലോകത്തെ ഏറ്റവും ദുരന്തമായിട്ടുള്ള സ്കൂൾ ജീവിതം ഉണ്ടാവുക ഏതെങ്കിലും ഒരാളുടെ സ്കൂളിലായിരിക്കും ജോലി നമ്മൾ പഠിക്കുന്നുണ്ടാവുക. അവിടുത്തെ എല്ലാ സാറന്മാരും ഇങ്ങനെ മാഷമ്മ പോകുന്നു, ടീച്ചറമ്മ പോകുന്നു. അന്നങ്ങാൻ പറ്റില്ല, ഇടത്തോട്ടോ വലത്തോട്ടോ ചെയ്യാൻ പറ്റില്ല. ഒരു പ്രണയത്തിൽ അകപ്പെടാനില്ല, യാതൊരു സ്വാതന്ത്ര്യം കിട്ടില്ല. അപ്പോൾ എന്താ മാഷമ്മ ഫുള്ള് നിരീക്ഷണത്തിനകത്തായിരിക്കും നമ്മൾ കഴിയുന്നത്. അതുകൊണ്ട് ഈ ടീച്ചർമാരുടെ മക്കളായിട്ട് ജനിക്കുന്നവർക്കുള്ള കുഴപ്പമാണ്. വളരെ അച്ചടക്കമുള്ള ക്ലാസ്സിലെ ലീഡർ, പേരുദോഷം വരുത്ത പ്രസംഗ മത്സരം, മലയാള പദ്യചൊല്ലൽ, ഹിന്ദി പദ്യചൊല്ലൽ, യുവജനോത്സവം, സ്പോർട്സ് എല്ലാത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും വലിയ എനിക്ക് പാടാനൊന്നും അറിയില്ല, പക്ഷേ എല്ലാത്തിലും ഉണ്ടായിരുന്നു. ആ സമയത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ പോലെയാണ്. അങ്ങനെ ഞാൻ ഒരു കാര്യം എല്ലാവരും പറയാന്ന് വെച്ചാൽ, എനിക്ക് ഇപ്പം നമ്മൾ ഈ അക്കാഡമിഷ്യൻസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, പണ്ഡിതർ, അതായത് റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ, ആ ടൈപ്പ് റിസർച്ചർ അല്ല. എനിക്ക് അത്രയ്ക്കൊന്നും വിവരം ഒരു സബ്ജക്റ്റിലും ഇല്ല. എൻ്റെ ഫാക്കൽറ്റി എന്ന് പറയുന്നത് വിവരമുള്ളവരുടെ കയ്യിലിരിക്കുന്ന വിവരം അസിമുലേറ്റ് ചെയ്യാനുള്ള കഴിവ് മാത്രമാണ്. അത് ഒന്നിച്ച് കൊണ്ടുവന്ന് അത് പ്രസൻറ്റേഷനിലൂടെ നമ്മൾ ആളുകളിലേക്ക് മനസ്സിലാക്കുന്ന രീതി. പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ അക്കാഡമിക്സിന് സംസാരിക്കുമ്പം അത് കേൾക്കാൻ ചിലപ്പം വിരസമായിരിക്കാം. എന്നാൽ നന്നായിട്ട് സംസാരിക്കുന്നവർ സംസാരിക്കുന്നത് ഷാലോ ആയിരിക്കാം. ഇത് രണ്ടും തമ്മിലുള്ള ഗ്യാപ്പാണ് നമ്മൾ ബ്രിഡ്ജ് ചെയ്യുന്നത്. അതായത് അക്കാഡമിക്സിൻ്റെ കയ്യിലുള്ള വിവരം നന്നായിട്ട് പ്രസൻറ്റ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കാം, അതും മനുഷ്യൻ മനസ്സിലാവുന്ന ഭാഷയിൽ. ഈ പറഞ്ഞ ഒരു സ്കില്ലുണ്ടല്ലോ, ഇത് എവിടുന്ന് വന്നു എന്നുള്ളതാണ് എൻ്റെ. അത് സ്കൂൾ ലൈഫൊന്നും എൻ്റെ ജീവിതത്തിൽ മൊത്തം എന്താ പറയുക, അനുഭവങ്ങളുടെ അയ്യരുകളിയാണ്. ഓരോ ഫേസിലും ഓരോ ടൈപ്പ് അനുഭവങ്ങളാണ്. ഒരു ബന്ധമില്ലാത്ത അനുഭവങ്ങളാണ്. ഞാനിപ്പം എഞ്ചിനീയർ ആയിരുന്നു, ഞാൻ ജോലി ചെയ്യുന്നത് ജേർണലിസ്റ്റ് ആയിരുന്നു, ഇപ്പോൾ യൂട്യൂബറായി. അതിൻ്റെ ഇടയിലൂടെ ഞാൻ കുറച്ച് കാലത്തേക്ക് ഇവൻ്റ് മാനേജ്മെൻറ്റ് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം ബിസിനസ്സിൽ പോയിട്ടുണ്ട്, അത് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ജീവിതത്തിലെ എക്സ്പീരിയൻസസ് ആണ് ഒരു മനുഷ്യനെ കോൺഫിഡൻസ് കൂട്ടുന്നതും. നമ്മളിപ്പം നിങ്ങൾ സ്ലം ഡോഗ് മില്യണർ സിനിമ ഉണ്ടോ, അതിനകത്ത് ഇവർ പയ്യനോട് ചോദ്യം ചോദിക്കുകയാണ്, മറ്റേ കോൺ ബനേഗ കറോർപതി മോഡൽ പരിപാടിയിൽ. അപ്പോൾ അവന് ഓരോ ചോദ്യത്തിനെയും അവൻ്റെ ജീവിതത്തിലെ ഒരു സംഭവമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റും, എന്നിട്ട് അവൻ മറുപടി പറയുന്നത്. അതുപോലെയാണ് നമ്മൾ പലപ്പോഴും നമുക്ക് ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുള്ള കൈപ്പേറിയ അനുഭവങ്ങളിലേക്കും നമ്മൾ ഓരോ പാഠങ്ങൾ പഠിക്കും. ആദ്യം നമുക്ക് അടുത്ത തവണ ഒരു പ്രശ്നം വരുമ്പോൾ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ നേരത്തെ അനുഭവിച്ചതല്ലേ, അതിനേക്കാൾ വലുതല്ലല്ലോ ഇത്, അന്നുണ്ടായ ബ്ലോക്കിൻ്റെ അത്ര വരില്ല എന്ന് പറഞ്ഞ പോലെ. അങ്ങനെയാണ് നമ്മൾ ലൈഫിനെ കാണുന്നത്. അതുകൊണ്ട് ലൈഫിനെ നിർമ്മമായിട്ട് കാണാൻ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറ്റും. അത്യാവശ്യം പ്രായമായതിൻ്റെ ഇതുണ്ട്. സ്കൂൾ ലൈഫിൽ സൗഹൃദങ്ങൾ ഇപ്പോൾ സൂക്ഷിക്കാറുണ്ടോ, അതോ അങ്ങനെ ആരെങ്കിലും? സ്കൂളിൽ ഉള്ളത് കുറേ
കുറച്ചൊക്കെ എന്നാലും 3-4 പേരൊക്കെ ആയിട്ട് ഇപ്പോൾ കോൺടാക്ട് ഉള്ളൂ. കോളേജിലുള്ളവരായിട്ടുള്ളൊക്കെ കണക്ഷൻ ഉണ്ട് ഇപ്പോൾ. അലുമിനി എല്ലാ അലുമിനി മീറ്റൊക്കെ പോകാറുണ്ട്. നമ്മൾ എല്ലാ വർഷത്തിൽ ഗെറ്റ് ടുഗദർ കഴിഞ്ഞ വർഷം ഇപ്പോൾ ഈ വർഷം കൂടി ഗെറ്റ് ടുഗദർ കഴിഞ്ഞുള്ളൂ കൊച്ചിയിൽ. അവിടെ ചെല്ലുമ്പോൾ ഈ സ്കൂളിലെ അലുമിനിക്ക് ചെല്ലുമ്പോഴേക്കും പഴയ അധ്യാപകരൊക്കെ ഉണ്ടാവുമല്ലോ. അന്നേ ബാബു ഈ നിലയിലെത്തുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഒരു അത് പറഞ്ഞാ നീയാ ജേർണലിസ്റ്റാ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ഭുതമാണ്. അവർക്ക് ഞാൻ ജേർണലിസ്റ്റ് ആവാന്നൊക്കെ പറഞ്ഞാൽ ഒരു കാരണവശാലും സാധിക്കാത്ത. പക്ഷെ എഴുതുന്ന ശീലം പണ്ടുവരെ ഉണ്ടായിരുന്നു. കോളേജ് പഠിക്കുമ്പോൾ സ്കിറ്റുകളൊക്കെ എഴുതുമായിരുന്നു. അങ്ങനത്തെ ചെറിയ എഴുത്തിലൂടെ സാധ്യതകളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പ്രസന്റ് ചെയ്യുന്ന ആരും പ്രതീക്ഷിച്ചില്ല. കാരണം എനിക്ക് മുന്നിൽ വരാനുള്ള ധൈര്യം ഒരു കാലത്തുണ്ടായിരുന്നില്ല. അത് കിട്ടുന്നത് ഏഷ്യാൻ ന്യൂസിൽ വന്നതിന് ശേഷം ഒരവസരം കിട്ടിയതിന് ശേഷമാണ്. അത് മെല്ലെ നമ്മളിന്ന് അങ്ങ് അഴിഞ്ഞു പോകുന്നൊരു ഭയമാണ്. അത് കുറേ ചെയ്യുമ്പോൾ തന്നെ മാറുള്ളൂ. ആൾക്കാർ ആർക്കും പറ്റും. എനിക്കൊരു സാധനം പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ലോകത്ത് ആർക്കും പ്രസൻറ്റ് ചെയ്യാമെന്നായിരിക്കും. ചേട്ടാ, ചരിത്രത്തെക്കുറിച്ചാണ് പറയുന്നത്, കഥകളാണ് പറയുന്നത്, കഴിഞ്ഞ കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഞാനൊരു 3 കോട്ട് വായിക്കാം. അതിൽ ചരിത്രം വിജയിച്ചവരുടേതാണ് എന്നാണ് തോമസ് ജെഫേഴ്സൺ പറയുന്നത്. അതുപോലെ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്തവർ അത് ആവർത്തിക്കാൻ വിധിക്കപ്പെട്ടവരാണ്, പറഞ്ഞത് ജോർജ് സാന്റിയാനാണ്. അതുപോലെ ചരിത്രം ഒരു കൂട്ടം നുണകളാണ്, പറഞ്ഞത് നെപ്പോളിയനാണ്. ഇതിന് ഏതിനോട് യോജിക്കും? ഞാൻ കൂടുതൽ യോജിക്കുന്നത് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്തവർ അത് ആവർത്തിക്കാൻ വിധിക്കപ്പെട്ടവരാണെന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ചരിത്രത്തിൽ എന്താ പറയുക, മാർക്കേസിൻ്റെ ക്രോണിക്കിൾ ഓഫ് ഡെത്ത് ഫോർട്ടോൾഡ് എന്നൊരു നാടകമുണ്ട്. നടക്കാൻ പോകുന്ന വധങ്ങൾ ഫോർട്ടൽ ചെയ്യാൻ പറ്റുന്നൊരു ഇതുണ്ട് നമ്മുടെ ചരിത്രത്തിൽ. അതായത് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഒരു അടിയന്തരാവസ്ഥ കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിയന്തരാവസ്ഥ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ആദ്യം ഇത് സംഭവിക്കുന്നു, അടുത്ത് ഇത് സംഭവിക്കുന്നു, അത് കഴിഞ്ഞ് ഇത് സംഭവിക്കുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്നത് എന്താ നമുക്ക് കണ്ടാ അറിയാം. മറ്റേ പണ്ട് മഞ്ജുവാർ പറഞ്ഞ പോലെ കാളവാല വെക്കുന്നത് കണ്ടാ അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇപ്പം നമുക്ക് പേടിയാണ്. ഇപ്പോൾ ഭയോ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പേടിക്കുക. അടുത്ത് എന്താ വരാൻ പോണത്, അടുത്ത് വരാൻ പോണത് എന്താണെന്ന് പേടിയാണ് നമുക്ക്. കാരണം നമുക്ക് ചരിത്രം എന്ന് പറയുന്നത് പല പാറ്റേണുകളിൽ ആവർത്തിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഞാനൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് തുഗ്ലക്കിനെ പറ്റിയിട്ട്. തുഗ്ലക്ക് ചെയ്ത കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ നമുക്കൊരു ദേജാവു ഫീൽ ചെയ്യും. തുഗ്ലക്ക് നോട്ട് നിരോധിച്ചിട്ടുണ്ട്, തുഗ്ലക്ക് തലസ്ഥാനം മാറ്റിയിട്ടുണ്ട്, തുഗ്ലക്ക് ഇതുപോലെ സമാനമായിട്ടുള്ള പല കാര്യങ്ങളും മറ്റു ഭരണാധികാരികൾ ആവർത്തിച്ചിട്ടുണ്ട്. ഷാജഹാൻ ചെയ്തത് പിന്നീട് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഇപ്പോൾ നെഹ്റുവിൻ്റെ കാലത്ത് നടന്ന കാര്യങ്ങളിൽ ചിലത് ചിലപ്പോൾ ഇപ്പോൾ വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിയന്തരാവസ്ഥയുടെ കാര്യം പറഞ്ഞ പോലെ അത് പണ്ട് മറ്റേ മീശമാധവൻ സിനിമ പറഞ്ഞല്ലേ, വിളിച്ച് പറഞ്ഞിട്ടും വെടിവെട്ടിക്കാം, വിളിച്ച് പറയാതെയും വെടിവെട്ടിക്കാം. അപ്പോൾ ഇപ്പോൾ വിളിച്ച് പറയാതെയാണ് വെടിവെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യങ്ങൾ പല ഭാഗത്ത് കേന്ദ്രമായാലും കേരളമായാലും സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നത് നമ്മൾ മുൻകൂട്ടി കണ്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും. വിളിച്ച് പറയാതാണ് വെടിപൊട്ടിക്കുന്നത് അറിയണമെങ്കിൽ മറ്റത് അറിയണം. അത് എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മൾ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുമ്പോഴാണ് എന്താ ഉണ്ടാവുന്നത് അനുഭവിച്ചറിഞ്ഞതിൻ്റെ സാക്ഷ്യങ്ങൾ നിരവധി പേര് എഴുതി വെച്ചിട്ടുണ്ട്. നാട്ടിലൊരു വംശീയ ലഹള നടക്കുമ്പോൾ അല്ലെങ്കിൽ നാട്ടിലൊരു സാമുദായിക ലഹള നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുക ഒരു സാധാരണക്കാരന്. ഉദാഹരണം പറയുകയാണെങ്കിൽ മലബാർ കലാപ സമയത്ത് മലബാർ കലാപം എന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇത്രയും വൈഡായിട്ടുള്ള ആഖ്യാനമുള്ള ഒരു സംഭവം വേറല്ല. മാധവൻ നായരുടെ പുസ്തകം വായിക്കുകയാണെങ്കിൽ അതൊരു ഹിന്ദു മുസ്ലിം ലഹളയിൽ നടന്ന് മുസ്ലിങ്ങൾ കലാപം ഉണ്ടാക്കിയ സാധനം, ഒരു തരത്തിൽ വർഗീയ ലഹളയെന്ന് ഫീൽ ചെയ്യും. അതേസമയത്ത് കോഡൂരിൻ്റെ പുസ്തകം വായിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും അതൊരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണെന്ന്. എന്നാൽ മാർക്സിസ്റ്റ് ചിന്തകരുടെ പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിൽ അതൊരു ജന്മി കുടിയാൻ അഗ്രേറിയൻ റിവോൾട്ടാണെന്ന് തോന്നും. അതേസമയത്ത് മൂഴിക്കുന്നത് സുബ്രഹ്മണ്യം നമ്പൂരിപ്പാട് എന്നൊരു ഒരാളുണ്ട്. ഇയാൾ ആ കാലത്ത് അവിടെ ജീവിച്ചിരുന്നൊരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു. അയാൾക്ക് എനിക്ക് ഈ ലഹളക്കിടക്കിയിട്ട് ഇടികൾ എന്നുള്ള സാധനം അയാൾ എഴുതിയിട്ടുണ്ട്. അതാണ് ആ കൂട്ടത്തിൽ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള പുസ്തകം. കാരണം അയാൾക്ക് പ്രത്യേകിച്ച് അലീജിയൻസ് ഒന്നുമില്ല, ആരോടും അനുഭവമില്ല, വളരെ ന്യൂട്രലായിട്ട് പോയി. അപ്പോൾ ഞാൻ പിന്നെ അതുപോലെ അന്നത്തെ അവിടെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാർ എഴുതിയിരുന്ന പുസ്തകം അതൊക്കെ വായിച്ചാലും ഈ മോപ്പുലർ റൈറ്റ്സ് എന്നോട്ടിലാണ് അതിനെ ട്രീറ്റ് ചെയ്തത്. അപ്പോൾ ഒരേ സംഭവത്തെ അപ്പം പലതായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിത് മനസ്സിലാക്കി വായിച്ചു വരുമ്പോൾ മനസ്സിലാവുക അതൊരു സ്വാതന്ത്ര്യ സമരത്തെ ഖിലാഫത്തിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയ ഒരു സംഭവം പിന്നീട് കാർഷിക കലാപമായിട്ട് മാറിയ ഒരു സാധനം, ചിലയിടങ്ങളിലെങ്കിലും വർഗീയ കലാപമായിട്ട് മാറിയ ഒരു സാധനം നമുക്കിനെ ടോട്ടലി വിലയിരുത്താൻ പറ്റുക. അല്ലാതെ ഒരു സംഭവം ഒരിക്കലും വെറുമൊരു കാർഷിക കലാപമോ വെറുമൊരു സ്വാതന്ത്ര്യ സമരമോ അല്ലെങ്കിൽ വെറുമൊരു വർഗീയ ലഹളയായിട്ടും ഒതുക്കുന്നിടത്താണ് ഈ ചരിത്രം നുണയായിട്ട് മാറുന്നത്. നിങ്ങൾ എവിടെ നിന്ന് നോക്കുന്നു എന്നുള്ളത് നിങ്ങൾ സംഭവത്തെ കാണുന്നതിന് വ്യത്യാസമുണ്ട്. ഉദാഹരണം പറയുന്നത് സ്റ്റാലിൻ എന്ന് പറഞ്ഞ വ്യക്തിയെ പറ്റി നിങ്ങൾ കൺസിഡർ ചെയ്യാം. നിങ്ങളൊരു കടുത്ത ഇടതനുഭാവിയാണെങ്കിൽ നിങ്ങൾ സ്റ്റാലിനെ നോക്കുമ്പോൾ ഉണ്ടാകുന്നത് ഒരു ഫീലാണ്. അതേസമയത്ത് ഞാൻ അത്ര ഇടതനുഭാവമില്ലാത്ത ഒരാൾ കുറച്ച് അപ്പുറത്ത് മാറി നോക്കുകയാണെങ്കിൽ എനിക്കുണ്ടാകുന്ന ഫീൽ വേറെയാണ്. അതുകൊണ്ടാണ് സ്റ്റാലിൻ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ വളരെ ബുദ്ധിപൂർവ്വം ഒരു ജാമ്യം എടുത്തത്. അപ്പോൾ അതിന് തുടങ്ങുന്നത് എങ്ങനെയാണ്, നമ്മൾ നായകൻ സിനിമയിൽ താത്തയെടുത്ത് കൊച്ചുമോൻ ചോദിക്കുന്നുണ്ട്, നായിക്കമ്മ നീങ്ക നല്ലവനാ കെട്ടവനാണ്. അത് നമ്മൾക്ക് ഒരാൾ നല്ല ആളാണോ ചീത്ത ആളാണോ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വേർഷൻസ് ഉണ്ട്.
അപ്പോൾ അടുത്ത് നിൽക്കുന്നതിന് അഭിമാനമായിട്ടും ദൂരെ നിൽക്കുന്നതിന് അഹങ്കാരമായിട്ടും ഒരേ കാര്യം തോന്നുമെന്ന് നമ്മൾ പണ്ട് പറയുന്നത്. അതുപോലെയാണ് ചരിത്രത്തിലെ പല വസ്തുക്കളും. നമുക്ക് ആ വ്യക്തിയുമായിട്ടുള്ള അടുപ്പക്കുറവിനനുസരിച്ച് നമുക്ക് അയാളുടെ ഇംപ്രഷൻസ് മാറാം. പഴയ കാലത്ത് നിന്ന് കടന്ന് നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഒരു 2000 ഒരു ടൈം ലൈനായിട്ട് വെച്ചാൽ ഒരു പോയിൻ്റായിട്ട് വെച്ചാൽ 2000-ന് മുമ്പും ശേഷം വെച്ച് കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങളുടെ കടന്നുവരവും കമ്മ്യൂണിക്കേഷൻ മേഖലയുടെ ഭയങ്കരമായിട്ടുള്ളൊരു അതിപ്രസരം, അതുപോലെ ഈ 2000-ന് ശേഷമുള്ള ചരിത്രം പറയാൻ ഭയങ്കര പാടായിരിക്കില്ലേ? നമ്മൾ പോസ്റ്റ് ട്രൂത്ത് കാലത്താണ് ജീവിക്കുന്നത്. സത്യാനന്തര കാലം എന്ന് പറയുന്ന പോലെ ചരിത്ര രചനയ്ക്ക് കൃത്യമായിട്ടുള്ളൊരു പർപ്പസ് വരുന്നൊരു കാലത്താണ്. അപ്പം നമ്മൾ ഗാന്ധിജി മരിച്ചത് ഓട്ടോറിക്ഷ അടിച്ചാണെന്നും ഒക്കെ പറയുന്ന കാലമാണ്. അപ്പം വേർഷൻസ് മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെടുന്നൊരു കാലമാണ്. ചിലരെ ഹീറോസാക്കി മാറ്റി അതിനെക്കുറിച്ച് ചരിത്രം എഴുതി നിർമ്മിച്ച്, അപ്പം ഗാന്ധിയെ ഗോഡ്സെ എന്തിനാണ് വധിച്ചതെന്ന് സംബന്ധിച്ച് പല അഡാപ്റ്റേഷൻസും പല വേർഷൻസും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 പതിറ്റാണ്ടിലാണ് മദർ തെരേസയെ കുറിച്ച് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു കുറേ സാധനങ്ങൾ, അതിലും മദർ തെരേസയെ കുറിച്ചും വിവാദാസ്പദമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അവർ ലക്ഷ്യം മതപ്രചാരണം മാത്രമായിരുന്നു എന്നും അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് മാത്രമായിരുന്നു ഒരു ചാരിറ്റി എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ നാഥുറാം ഗോഡ്സെ പോലെ തന്നെ മറാഠിയിലൊരു നാടകം വന്നിട്ടുണ്ട്, മീ നാഥുറാം ഗോഡ്സെ ബോൾത്തോ എന്നുണ്ട്. ആ നാടകം പറയുന്നത് ഞാൻ എന്തിന് ഗാന്ധിയെ കൊന്നതാണ്. അപ്പോൾ അതിനൊക്കെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞ പോലെയുള്ള സാധനമാണത്. അപ്പോൾ ഇത് എഗൈൻ ഡിപ്പെൻസ് അപ്പോൺ ഏത് സൈഡിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത്. അപ്പം ഗാന്ധി വില്ലനായിട്ടുള്ള ചരിത്രത്തിൻ്റെ വെർഷനുകളുണ്ട് അത്രേ. ഇപ്പോൾ രാമായണത്തിന് വരെ 2-3 വർഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞ പോലുള്ള സാധനം. ഞാൻ ഈ പറഞ്ഞ ഒരു ടൈമിലുണ്ട് ബിഫോർ 2000 കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബിഫോർ 2014 ആൻഡ് ആഫ്റ്റർ 2014 എന്ന് പറയുന്നത് കുറച്ച് നല്ലത്. കാരണം അല്ലേ പറഞ്ഞത്, അതാണ് എൻ്റെ ഒരു ക്രോഡീകരണത്തിന് കൃത്യമായിട്ട് 2000 ഒരു വർഷമേ അല്ല, 2014 ശേഷമാണ് ചരിത്ര നിർമ്മിതിക്ക് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചത്. അപ്പം അത് അടിയന്തരാവസ്ഥ കാലത്തുണ്ടായില്ലേ? അടിയന്തരാവസ്ഥ കാലത്ത് വേറെ തരത്തിലുണ്ടായി. പക്ഷേ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ കൾച്ചറൽ പൊളിറ്റിക്കൽ ഫാബ്രിക്കിന് അതിനെ കുടഞ്ഞറിയാനുള്ള ശേഷി ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി എന്തുകൊണ്ടാണ് സഞ്ജയ് ഗാന്ധി പറഞ്ഞു നമുക്ക് അടിയന്തരാവസ്ഥ ഒരു 2 വർഷത്തിലൂടെ നീട്ടിയാലും എന്താ അമ്മയെന്ന് പറഞ്ഞപ്പം അത് പറ്റില്ല പോലെ നമുക്ക് ഇലക്ഷൻ പ്രഖ്യാപിക്കണമെന്നാണ്. ഇന്ദിരാഗാന്ധിയുടെ അകത്തുള്ള ഡെമോക്രാറ്റാണ്. ആ സംഭവം അവിടെ നടന്നതുകൊണ്ടാണ് അന്ന് ഇന്ത്യയുടെ ജനാധിപത്യം രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ നമ്മളിന്ന് ഭരണഘടന എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. അപ്പം ആ ഒരു ഇന്ദിരാഗാന്ധി എന്തൊക്കെ പറഞ്ഞാലും ആത്യന്തികമായിട്ട് അവരുടെ ഉള്ളിലൊരു ഡെമോക്രാറ്റ് ഉണ്ടായിരുന്നുകൊണ്ടാണ് അവർ ഇലക്ഷൻ പ്രഖ്യാപിക്കുകയും പൊട്ടി പാളിസാവുകയും ചെയ്തത് ആ ഇലക്ഷനിൽ. പക്ഷേ എന്നിട്ട് എന്ത് സംഭവിച്ചു? 3 വർഷം അവർ ഭരിച്ച ശേഷം വീണ്ടും 80-ൽ ഇന്ത്യ ലാൻഡ് സ്ലൈഡ് വിക്ടോറിയ തിരിച്ചു വന്നില്ലേ? അങ്ങനെ കുറേ കോമഡികൾ നിറഞ്ഞാണ് ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്ന സാധനം തന്നെ.